വളരെ വലുതും അത്ഭുതകരവുമായ ആ പാമ്പിന്റെ തോൽ വൃന്ദാവനത്തിൽ കിടന്നുണങ്ങി. ഏറെക്കാലം അത് അവിടെ കിടന്നിരുന്നു. ഒളിച്ചു കളിക്കാനുള്ള ഒരു ഗുഹയായി അതിനെ സങ്കല്പിച്ചുകൊണ്ട് കുട്ടികൾ കളിക്കാനായി അത് ഉപയോഗിച്ചിരുന്നു. അഹങ്കാരിയായ അഘനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ചു എന്ന വർത്തമാനം കുട്ടികൾ നാട്ടിലുള്ള എല്ലാവരെയും അറിയിക്കുന്നു. കഥാഖ്യാനം ഇവിടെ എത്തിയപ്പോൾ പരീക്ഷിത്ത രാജാവ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ബലവാനും ഗർവിഷ്ഠനുമായ പാമ്പിന്റെ രൂപത്തിൽ വന്ന അസുരനെ ശ്രീകൃഷ്ണൻ കൊന്നു എന്ന വൃത്താന്തം നാടെങ്ങും അറിഞ്ഞു. മേച്ചിൽ സ്ഥലത്ത് നിന്ന് വീട്ടിൽ മടങ്ങിയെത്തിയ ഗോപാലബാലന്മാരാണ് അത് എല്ലാവരെയും അറിയിച്ചത്. വിവരം കേട്ടതോടെ പൗരന്മാർ ആ പാമ്പിന്റെ ജഡം കാണുന്നതിനായി പുറപ്പെട്ടു. 1 വർഷക്കാലം ആ ജഡം അവിടെ കിടന്നു. അതിനുണ്ടായ പരിണാമഭേദങ്ങൾ ഗോപാലന്മാരുടെ മനസ്സിൽ പതിഞ്ഞു. അതിന്റെ കഥകൾ ആ കുമാരന്മാരാണ് താന്താങ്ങളുടെ വീടുകളിൽ ചെന്നറിയിച്ചത്. ആ കുട്ടികൾ ഇപ്പോൾ പൗഗണ്ഡ പ്രായത്തിലായിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത രാജാവിന്റെ കൗതുകം വർദ്ധിച്ചു. പൗഗണ്ഡം എന്ന് പറയുന്നത് 10 വയസ്സിനുള്ളിലുള്ള പ്രായമാണ്. ആ രാജാവ് ഉത്തമ ചിത്ത കൗതുകത്തോടെ മഹർഷിയെ വന്ദിച്ച് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ വദന പങ്കജത്തിൽ നിന്ന് തേൻ പോലെ മധുരമായി നിർഗളിച്ച ഹരികഥ ആത്മവിസ്മൃതിയോടു കൂടിയാണ് ഞാൻ പാനം ചെയ്തത്. ഇത്രയേറെ കേട്ടിട്ടും എനിക്ക് തൃപ്തിയായില്ല. അല്ലയോ ബന്ധുവത്സല, അങ്ങയുടെ വചനാമൃതത്തിലൂടെ അനന്തര കഥയും എന്നെ കേൾപ്പിച്ചാലും. അത് കേൾക്കാനായി അങ്ങ് എനിക്ക് അവസരം നൽകിയത് അനുകമ്പ മൂലമാണെന്ന് എനിക്കറിയാം. ആ അനുകമ്പയോടുകൂടി ഹരികഥ തുടർന്ന് വിവരിച്ചാലും. പരീക്ഷത്തിന്റെ വാക്കുകൾ തുടരുന്നു. നികൃഷ്ടമായ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചത് മൂലം വലിയ പാപകർമ്മങ്ങൾ ചെയ്തു പോകുന്നു. അതിന്റെ പാപം ഇല്ലാതാക്കുന്നതിന് ഭാഗവത കഥാശ്രവണമാണ് ഉപകരിക്കുക. വേദാന്താർത്ഥ സംഗ്രഹം അടങ്ങിയിരിക്കുന്ന ഭഗവത് ചരിതങ്ങൾ അങ്ങ് ഇപ്രകാരം എനിക്ക് പറഞ്ഞു തരുന്നത് മൂലം ഭാവിയിൽ കലിയുഗത്തിൽ സത്തുക്കൾക്ക് അതെല്ലാം അറിയാനിടയാവുന്നതാണ്. അവർക്ക് സംശയലേശം കൂടാതെ ഗ്രഹിക്കാവുന്ന രീതിയിൽ ലളിതവും വിശദവുമായും ഭാഗവത കഥ അങ്ങ് പറഞ്ഞു തന്നാലും. മനുഷ്യർക്ക് ജനന ദിവസം മുതൽ 5 വരെയാണ് കൗമാരം, പിന്നീട് 10 വയസ്സ് വരെ പൗഗണ്ഡം, പിന്നീട് 5 വർഷം തികയുന്നവരെ കിശോരം, തുടർന്നുള്ള ഘട്ടമാണ് യൗവനം, 64 കഴിഞ്ഞാൽ വാർദ്ധക്യം, 76 മുതൽ ഊർധ്വം. വയസ്സിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇപ്രകാരമാണെന്ന് അങ്ങ് പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു. അതനുസരിച്ച് നോക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ കാലത്തെപ്പറ്റി എനിക്ക് ഭ്രമമുണ്ടാകുന്നു. അതിന്റെ കാരണം എന്തെന്നു കൂടി അങ്ങ് വിശദമാക്കിയാലും. ഇങ്ങനെ പരീക്ഷിത്ത് പറയുന്നത് കേട്ടപ്പോൾ ശുക മഹർഷി അഖിലേശനായ ശ്രീകൃഷ്ണന്റെ ചരിതങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള മനസ്സോടുകൂടി സംശയങ്ങൾ തീരത്തക്ക രീതിയിൽ ഭക്തി മൂലം ചഞ്ചലമായ സ്വരത്തിൽ പറയാൻ തുടങ്ങി. യുദ്ധം, ഹിംസ തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ക്ഷത്രിയ കുലത്തിൽ നികൃഷ്ടനായി ജനിച്ചു എന്ന് രാജാവ് പറയുന്നത്. ശ്രീകൃഷ്ണ ചരിതം തുടർന്ന് കേൾക്കുന്നതിനാണ് പരീക്ഷിത്ത് അമിതമായ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഏതേതു ഘട്ടങ്ങളിൽ ഏതേതു കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നത് വ്യക്തമായി അറിയാൻ കൂടി ആഗ്രഹമുണ്ടെന്ന് രാജാവ് പറയുന്നു. അപ്പോൾ ശ്രീ ശുകൻ ആഖ്യാനം തുടരുന്നു. ശ്രീകൃഷ്ണ ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ശ്രീ ശുകൻ ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണ ചരിതങ്ങൾ സദാ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ലഭിക്കുന്നതാണ്. ആ അനുഗ്രഹം മൂലം പരോപകാരം ചെയ്ത് പുണ്യം നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഭഗവാന്റെ അനുഗ്രഹം പരോപകാരത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതുമാണ്. അതിനാൽ അല്ലയോ പരീക്ഷിത രാജാവേ, ഭഗവത് കഥ വീണ്ടും വീണ്ടും വിശദമായി കേൾക്കാനുള്ള അങ്ങയുടെ ആഗ്രഹം പുണ്യദായകമാണ്. സംശയമുള്ളതെല്ലാം ചോദിച്ചാലും ആ സംശയങ്ങൾ തീർക്കുന്നതിന് എൻ്റെ ബോധത്തിലുള്ള അറിവ് എപ്പോഴും സന്നദ്ധമാണ്. ശിഷ്യർക്കുണ്ടാകുന്ന സർവ്വവിധമായ സന്ദേഹങ്ങളും അവ രഹസ്യമായ ആത്മീയ വിഷയങ്ങളെക്കുറിച്ചായാലും ഉപദേശ രൂപത്തിൽ പരിഹരിക്കുക എന്നത് ഗുരുഭൂതന്മാരുടെ ധർമ്മമാകുന്നു. നിന്റെ പേരിൽ എനിക്ക് ഏറെ സ്നേഹമുള്ളത് കൊണ്ട് ഞാനും ആ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് ഭാഗവത കഥ വിശദമാക്കി നിനക്ക് ആനന്ദം വളർത്താം. അഘൻ എന്ന രാക്ഷസത്തിന്റെ വക്രത്തിൽ ഗോപാലബാലന്മാർ അകപ്പെട്ടതും ശ്രീകൃഷ്ണൻ എല്ലാവരെയും രക്ഷിച്ചതുമായ കഥ വരെയാണല്ലോ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി ശ്രീകൃഷ്ണനും ചങ്ങാതിമാരും ദേവന്മാരെ പ്രകീർത്തിക്കുന്ന സ്തോത്രങ്ങൾ ചൊല്ലി. ഭക്തിപൂർവ്വം അവർ സംഗീതത്തിന്റെ നാനാഭാവങ്ങളോടുകൂടി ആലപിച്ച കീർത്തനങ്ങളിൽ ദേവന്മാർ സന്തുഷ്ടരായി. അവർ പുഷ്പവൃഷ്ടി ചെയ്തു. ആ സുഖാനുഭവത്തോട് കൂടി കൃഷ്ണനും കൂട്ടുകാരും കളികളിൽ മുഴുകി കാളന്തി തീരത്ത് വിഹരിക്കുന്നതിനിടയിൽ കൃഷ്ണൻ ചന്ദ്രനെ ജയിക്കുന്ന ശോഭയോടുകൂടി പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു, ചങ്ങാതിമാരെ വരുവിൻ, ഇതാ ഈ കാഴ്ച കണ്ടാലും. യമുനാ തീരം മനോഹരമാണ്. അതില്
ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. നമുക്ക് ഇവിടെ കളിക്കുന്നതിന് ഏറ്റവും നല്ല ഭൂദേശമാണിത്. മറ്റൊരിടത്തും ഇത്രയും സുഖം ലഭിക്കുകയില്ല. നമ്മുടെ പശുക്കൾക്ക് സുഖമായി മേയുന്നതിന് ആവശ്യമായ അത്ര പുല്ലും ഇവിടെ എപ്പോഴും ഉണ്ട്. തളിരും പൂവും കായും പഴവും നിറഞ്ഞ വൃക്ഷങ്ങൾ പരോപകാര തൽപരതയോടുകൂടി എത്രയധികമാണ് ഇവിടെ നിലകൊള്ളുന്നത്. താമര പൊയ്കകളും പക്ഷികളും ഇവിടെയുണ്ട്. പക്ഷികൾ ഉയർന്നു പറന്നും കളകളം പൊഴിച്ചും ആനന്ദം പകർന്നു തരുന്നു. ഷഡ്പദങ്ങൾ പാറിപ്പറന്ന് അവയുടെ മധുരഗാനങ്ങൾ ഉതിർക്കുകയും ചെയ്യുന്നു. വൃക്ഷങ്ങൾ തോറും അവ പറക്കുന്ന കാഴ്ച എത്ര സുഖകരമാണ്. ഈ മനോഹരമായ സ്ഥലത്തിരുന്ന് നമുക്ക് ഊണ് കഴിക്കാം. നാം ആരും ഉണ്ടിട്ടില്ലല്ലോ. പശുക്കളെ പുൽത്തകിടിയിൽ മേയാൻ വിട്ടിട്ട് എത്രയും വേഗത്തിൽ നിങ്ങൾ എല്ലാവരും വന്നാലും. യമുനയുടെ തീരത്ത് മനോഹാരിത തുളുമ്പി നിൽക്കുന്ന ഒരു ഭാഗത്തേക്കാണ് കൃഷ്ണൻ തന്റെ ചങ്ങാതിമാരെ വിളിച്ചത്. പ്രകൃതിയുടെ വാത്സല്യപൂർണമായ തലോടൽ ആസ്വദിച്ചാണ് ഊണ് കഴിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അവിടേക്ക് ചങ്ങാതിമാരെ വിളിക്കുന്നതോ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും. അവർ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കുന്നതായാണ് ഇവിടെ വിവരിക്കുന്നത്.